രണ്ടാമത്തേതാണ് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആഹ്, നമ്മുടെ സാധാരണ നെറ്റ്വർക്ക് കേബിളൊക്കെ. അതിനകത്ത് നമുക്ക് 8 കേബിളാണ്. ഒരു 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 സാധാരണ ഒരു നെറ്റ്വർക്ക് കേബിൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മുറിക്കുവാണെന്നുണ്ടെങ്കില് അതിൻ്റെ അകത്തൂടെ പോകുന്ന ആഹ്, കേബിൾ 8 എണ്ണം ഉണ്ട്. അത് എല്ലാത്തിനും ഓരോ കളർ കോഡുണ്ട് ഓരോ കേബിളിനും. എന്നിട്ട് ഇതെല്ലാം കൂടെ ട്വിസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ 2 കേബിൾ വെച്ച് ട്വിസ്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പം അതിനകത്ത് ഈ കളർ കോഡ് നോക്കുവാണെന്നുണ്ടെങ്കില് ഇത് കണ്ടോ? ഇതൊരു ഓറഞ്ചും വൈറ്റും കൂടെയുള്ള കളർ കോഡുള്ള ഒരു കേബിളായിരിക്കും. ഇത് ഓറഞ്ച്, അതുപോലെ തന്നെ ഇത് ഓറഞ്ച് ഗ്രീന്, വൈറ്റ്, ബ്ലൂവ്, ബ്ലൂ വൈറ്റ്, ഗ്രീന്, അതേപോലെ തന്നെ ബ്രൗൺ വൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ബ്രൗൺ ഉണ്ട്. സോ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. അപ്പം എന്തിനാണ് ഈ കളർ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ശരിക്കും പറഞ്ഞാല് 2 തരത്തിലുള്ള കേബിൾസ് ആയിരുന്നു നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പം ടൈപ്പ് ഓഫ് ഡിവൈസില് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ അത് സ്ട്രെയിറ്റ് കേബിൾ എന്നും പറയും. ക്രോസ് ഓവർ കേബിൾ എന്നും പറയും. അതേപോലെ തന്നെ നമ്മള് 2 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെയിറ്റ് കേബിൾ എന്നും പറയും. അങ്ങനെ ആണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരു കേബിളിന്റെ ഒരു സൈഡിൽ ഇതിന്റെ ഒരു ഓർഡർ ആയിരിക്കും. അപ്പുറത്തെ സൈഡിൽ വേറൊരു ഓർഡർ ആയിരിക്കും. അപ്പം ആ ഓർഡർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കോഡ് കൊടുത്തേക്കുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് ആ ഓർഡറിലായിരിക്കും നമ്മൾ ഇതിനെ നമ്മുടെ ആ ജായ്ക്ക് അല്ലെങ്കിൽ RJ45ന്റെ ആ ഒരു കണക്ടർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ക്രിമ്പിംഗ് എന്നാണ് പറയുന്നത്. അത് സെറ്റ് ചെയ്യുന്നതിന് കേബിള്. അപ്പം നമ്മളത് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കോഡിങ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇത് 2 തരത്തിലുള്ള കേബിൾസ് ഉണ്ട് ട്വിസ്റ്റഡ് പെയർ. ഒന്ന് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയും. രണ്ടാമത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയും. സോ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന്റെ ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് അതിൻ്റകത്ത് എന്താ പറയുക, ഒരു ഇൻസുലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ കോട്ടിങ്ങിൻ്റെ അകത്ത് നമ്മൾ കേബിൾസ് ഇട്ടിട്ടുണ്ട്. ഇനിയും ഷീൽഡഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഷീൽഡിങ്ങും കൂടെ ഇവിടെ കാണും. ഇത് ജനറലി നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു തിക്ലി നമ്മൾ ഈ ഒത്തിരി കേബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ടോ അല്ലെങ്കിൽ കണക്ഷനോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ചില സന്ദർഭങ്ങളിൽ ഒരു കേബിളിനകത്തൂടെ പോകുന്ന ഡേറ്റ, കാരണം ഇതെല്ലാം ഇലക്ട്രിക് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻ്റർഫിയറൻസോ ഒക്കെ ഇതിൻ്റെ അകത്ത് പോകുന്ന സിഗ്നൽസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊട്ടും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ അകത്തൊരു ഷീൽഡും കൂടെ കൊടുക്കുന്നത്, ഒരു മെറ്റാലിക് ഷീൽഡും കൂടെ കൊടുക്കുന്നത്. ഇത് ജനറലി നമ്മൾ ഇത് കാണാറുള്ളത് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിലാണ്.